ഇന്ന് നമുക്കൊരു ഓണം മേക്കപ്പ് ലുക്ക് ആയാലോ. ഇത്തവണ ഞാനൊരു ബോൾഡ് കൈൻഡ് ഓഫ് ലുക്കാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന Q&A വീഡിയോക്ക് എന്തൊരു റെസ്പോൺസ് ആയിരുന്നല്ലോ. അതിൻ്റെ കമൻറ്റ് കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ അങ്ങനെ ഇരുന്ന് ലിറ്ററലി കരയായിരുന്നു. അയ്യോ എനിക്ക് താങ്ക് യു. എനിക്ക് എങ്ങനെ താങ്ക്സ് പറയണ്ടേ എനിക്കറിയില്ല. കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ലിപ് ബാം ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഡോട്ട് ആൻഡ് കീയുടെ ലിപ് ബാമാണ്. ഇത് നല്ല കേട്ടോ. നിങ്ങളൊരു ഡസ്കി മീഡിയം സ്കിൻ ടോൺ ആണെങ്കിൽ ആ കളർ നല്ല രസമുണ്ട് കണ്ടോ. നിങ്ങൾക്ക് ഞാൻ ഒരു ലിപ്സ്റ്റിക്ക് ഇടാഞ്ഞിട്ടും എനിക്കൊരു നാച്ചുറൽ പോലത്തെ ഒരു ഫീലില്ലേ, നല്ല ഒരു അത്യാവശ്യം എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഞാൻ ഡാൽബയുടെ സ്പ്രേ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് മേക്കപ്പ് ഇങ്ങനെ അടിയിൽ കുറച്ച് നമുക്ക് ഈസിലി വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ബേസ് ക്രിയേറ്റ് ചെയ്യാൻ നല്ല എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി ഒരു 10 മിനിറ്റ് മുന്നെങ്ങാനും മോയ്സ്ചറൈസർ ഇട്ട് സെറ്റ് ചെയ്യണം കേട്ടോ ഫേസ്. അതിന് ശേഷം വേണം ഇത് ഇടാൻ വേണ്ടി. അതല്ലെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി പാച്ചി ആവും. നമ്മൾ മേക്കപ്പ് ഇത്ര സാധനം ഇടുകയല്ലേ, അപ്പോൾ അതിൻ്റെ അടിയിൽ മോയ്സ്ചർ ഇല്ലയെന്നുണ്ടെങ്കിൽ. പിന്നെ ഞാൻ ആ ഒരു സ്പ്രേ ഒന്ന് അബ്സോർബ് ആവുന്ന ടൈമിൽ ഐബ്രോസ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് മാർസിൻ്റെ ഐബ്രോ പെൻസിലാണ് കേട്ടോ. ഇതിൻ്റെ കളർ ഇച്ചിരി ബ്രൗൺ കളറാണ്. എനിക്ക് തോന്നി എൻ്റെ ഐബ്രോസ് ഭയങ്കര ഡാർക്ക് അല്ലേ, എനിക്ക് ബ്രൗണിനെക്കാട്ടിലും ബ്ലാക്കാണ് എൻ്റെ ഐബ്രോസിന് കറക്റ്റായി വരാറ്. ഇല്ലെങ്കിൽ ഒരു ആഷി കളർ. ഇത് ഇത്തിരി ഭയങ്കര ബ്രൗൺ ആയിപ്പോയി. പക്ഷേ വലിയതായിട്ട് അറിയണില്ല, ഡാർക്ക് കളർ തന്നെ ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ ആ ടൈമിൽ എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ ഇങ്ങനെ മേളിലെ ഭാഗം ആദ്യമേ വരച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൊത്തത്തിൽ ഫില്ലായിട്ടുള്ള പോലെ ഫീൽ ചെയ്യും. പിന്നെ ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൊത്തത്തിൽ ഫേസ് ഇങ്ങനെ ഒന്ന് ഡിഫൈൻഡ് ആവും കേട്ടോ. പിന്നെ മേക്കപ്പോഴും നമ്മുടെ ഇങ്ങനെ മേക്കപ്പിൻ്റെ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ വരുന്ന കേട്ടോ. മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒന്നും കൂടി ബോറായി പോകുന്നത്, മേക്കപ്പ് ചെയ്യണ്ടായിരുന്നു തോന്നുന്നത്. അതെന്തുകൊണ്ടാണ് അറിയാം, നമ്മൾ എടുക്കുന്ന ഫൗണ്ടേഷൻ്റെ പ്രശ്നം കേട്ടോ. ഫൗണ്ടേഷൻ കറക്റ്റ് അണ്ടർ ടോൺ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര ഡള്ളായിട്ടിരിക്കും, അതുപോലെ ആഷി ആയിട്ടിരിക്കും, ഓറഞ്ചൊക്കെ ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ചേരണ രീതിയിലുള്ള ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുക. ഞാൻ ഒരു പ്ലേലിസ്റ്റ് ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ 2 എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ അണ്ടർ ടോണും, കാരണം അണ്ടർ ടോൺ അറിയാമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. അതും പിന്നെ ഓൺലൈനായിട്ട് എങ്ങനെ നമുക്ക് പർച്ചേസ് ചെയ്യാന്നുള്ളത്. ഞാൻ അങ്ങനെ പർച്ചേസ് ചെയ്ത് സാധനം മേടിച്ച് അങ്ങനെ ഞാൻ കുറേ റിസർച്ച് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നിങ്ങളത് കണ്ടോക്കെ, നിങ്ങൾക്ക് അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ വേറൊരു സാഡ് ട്രൂത്ത് എന്താ വെച്ചാൽ, നമുക്ക് മേക്കപ്പ് നല്ല രസമായി വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല രസമായിട്ടുണ്ടാവണം. എന്നുവെച്ചാൽ നമ്മൾ ഈ മേക്കപ്പ് തോന്നുന്നത് അതൊരു ആർട്ടല്ല, ഇങ്ങനെ പെയിൻറ്റിങ് പോലെയാണ്. അപ്പോൾ ഈ നമ്മൾ എന്തിൻ്റെ മേലെ പെയിൻറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും ആ മേക്കപ്പ് പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സ്കിൻ കെയറിൽ നന്നായി ഫോക്കസ് ചെയ്യുക. സ്കിന്ന് നല്ലതായിട്ട് ഇരിക്കുകയെന്നുണ്ടെന്ന് വെച്ചാൽ ഈ മേക്കപ്പിന് തൊട്ട് മുന്നേയുള്ള സ്കിൻ കെയർ മാത്രമല്ല ഉദ്ദേശിച്ചത്. ബേസിക്കലി നിങ്ങളുടെ സ്കിൻ കെയർ ബെറ്റർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മേക്കപ്പ് നല്ല രസമായി വരും. എന്നോട് എല്ലാവരും പറയാറുണ്ട് പണ്ടത്തേലും ഇപ്പം മേക്കപ്പ് നല്ല രസമായി വരുന്നുണ്ടെന്ന്. അതെന്താ വെച്ചാൽ പണ്ടത്തെ സ്കിന്നിനെക്കാട്ടിലും ഇപ്പം എൻ്റെ സ്കിന്ന് ബെറ്ററായി. പിന്നെ പണ്ടത്തെക്കാട്ടിലും ഒരുപാട് തവണ ഇപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ എന്ത് സാധനം നമ്മൾ ഒത്തിരി തവണ ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ ടെക്നിക്ക് മനസ്സിലാവും. നമ്മുടെ സ്കിന്നിൽ എങ്ങനെയാണ് നമുക്ക് മേക്കപ്പ് ഇടുമ്പോൾ എങ്ങനെ ഏത് രീതിയിൽ ഇട്ടാൽ ആ ഭംഗിയാവാന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ അതുകൊണ്ട് നമ്മുടെ പ്രാക്ടീസും അതുപോലെ നമ്മുടെ സ്കിൻ കെയറും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. മേക്കപ്പ് നല്ല രസമായിട്ട് വരാം. മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് വരും, മോശമായിട്ടല്ലാണ്ട് തന്നെ നല്ല രസമായിട്ട് വരും. അതെനിക്ക് എൻ്റെ അണ്ടർടോൺ കറക്റ്റ് കണ്ടുപിടിച്ചപ്പോഴായിട്ട് മനസ്സിലായി മേക്കപ്പ് ഇട്ട് ഇത്ര രസമായിട്ടിരിക്കുമല്ലേ എന്ന്. ഓക്കെ, പിന്നെ ഞാൻ മസ്കാരയ്ക്ക് ഈ ഒരു പുതിയ മസ്കാരയാണ് ഇടുന്നത്. ഇതിപ്പോൾ ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യണേ. ഇത് നമുക്ക് ഭയങ്കര ലെങ്തോ ഭയങ്കര വോളിയുമോ അങ്ങനെ തരണ പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ റിമൂവ് ചെയ്യാൻ ഭയങ്കര എളുപ്പം. അതല്ലെങ്കിൽ എപ്പോൾ ഞാൻ മസ്കാര ഇട്ടിട്ടുണ്ടെങ്കിലും റിമൂവ് ചെയ്യുമ്പോഴേക്കും എൻ്റെ ലാഷസ് ഊരിപ്പോരും. പക്ഷേ ഇതിട്ട് കഴിഞ്ഞാൽ ലാഷസ് ഊരത്തില്ല. ഇതിങ്ങനെ വെറുതെ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ ഫുൾ ഊരിപ്പോരും. ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമില്ല, ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കൺപീലിൽ നിന്ന് ഈ മസ്കാര ഇങ്ങോട്ട് ഊരിപ്പോരണ പോലത്തെ മസ്കാരയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ മസ്കാര ഇപ്പോൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ലാഷസ് വെക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ഭംഗിയുണ്ടാവും. പക്ഷേ എനിക്ക് എപ്പോഴും എൻ്റെ കൺപീലിയുടെ അവിടെ കുരു വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൺപീലിയിലുള്ള പരീക്ഷണങ്ങൾ കുറച്ചായിട്ട് ഞാൻ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. മറ്റേ ലാഷസ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേ കൂടി ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ലോവർ ലാഷസും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് കണ്ണ് തുറന്നിരിക്കണ പോലെ ഫീൽ ചെയ്യുക. പിന്നെ ഞാൻ കളർ കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ ഫേസിൽ ഇങ്ങനെ പിഗ്മെൻറ്റേഷൻ ഉണ്ട്, ഇങ്ങനെ ചുണ്ടിന് ചുറ്റിനും. ബേസിക്കലി കളർ ഡിഫറൻസ് ഉണ്ട് ഫേസിൽ. എവിടെയെങ്കിലും വേറെ കളറുകളാണെന്നുണ്ടെങ്കിൽ കളർ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന ഫൗണ്ടേഷൻ നല്ല ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു ഓറഞ്ച് കളർ എടുത്തിട്ട് എൻ്റെ ചുണ്ടിന് ചുറ്റിനും അതുപോലെ എൻ്റെ ഫേസിലുള്ള ഡിസ്കളറേഷനുള്ള ഏരിയാസിലൊക്കെ ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളിതിൻ്റെ മേലെ ഒരു പൗഡർ യൂസ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ലൈറ്റായിട്ടേ സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ സെറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇങ്ങനെ ആവരുത് കേട്ടോ. ഇങ്ങനെ ഒരു നൈസായിട്ടുള്ള ഒരു ലെയർ മാത്രമേ വരാൻ പാടുള്ളൂ.
പാടുള്ളൂ. അത് ട്രാൻസ്ഫർ ആവാണ്ടിരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പോൾ ഫൗണ്ടേഷനുമായിട്ട് ബ്ലെൻഡായി പോകും. അങ്ങനെ ബ്ലെൻഡ് ആവരുത്, നമ്മളിത് കളർ കറക്റ്റ് ചെയ്യാനല്ലേ. അപ്പോൾ അതിനൊരു എന്തെങ്കിലും ഒരു സാധനം ടോപ്പിലുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായി വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ മേലെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെ ചെയ്യണേ വെച്ചാൽ ഇന്ന് ഞാൻ നേരെ ഫൗണ്ടേഷൻ ഇടല്ല, അണ്ടർനീത്ത് ഞാൻ എല്ലാ ബ്ലഷും അങ്ങനത്തെ ഇതൊക്കെ ഇടാം. അപ്പോൾ എന്താ പറ്റുക വെച്ചാൽ നമ്മൾ വിയർക്കും തോറും ഇത് നമ്മുടെ ഇവിടുത്തെ ഹ്യൂമിഡിറ്റിയിൽ നല്ല, നിങ്ങൾ ഓണ സെലിബ്രേഷനൊക്കെ പോവുകയാണെങ്കിൽ അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ നല്ലതായിരിക്കും. കാരണം നമ്മൾ വിയർക്കണ പരിപാടിയാണെങ്കിൽ വിയർത്ത് മേളിലെ ഫൗണ്ടേഷൻ പോയി കഴിഞ്ഞാലും അടിയിലുള്ള ബ്ലഷ് വിസിബിൾ ആയിട്ടിരിക്കും, അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ ബ്ലഷൊക്കെ അങ്ങ് പോകത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു സാൻഡ്വിച്ച് പോലത്തെ ഒരു മെത്തേഡ് അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇത് ചെയ്യണത്. അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ ബ്ലഷ് എടുത്തിടുന്നുണ്ട്. കാരണം അത് കിട്ടാലും വലിയ കാര്യമായിട്ട് നമ്മൾ എന്തായാലും ഇതിൻ്റെ മേലെ ഫൗണ്ടേഷൻ ഇടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് എക്സ്പേർട്ടായിട്ട് അറിയാൻ വേണ്ട എങ്ങനെയാണ് ബ്ലഷ് ഇടേണ്ടത് എന്നൊന്നും, വെറുതെ എല്ലാം കൂടിയിട്ട് ഇങ്ങനെ അടിയിലോട്ട് വെച്ചിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഞാൻ എനിക്ക് എവിടേക്കാണോ ബ്ലഷ് വേണ്ട ആ പോർഷനിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കോണ്ടോറിന് ഈ ഒരു ഇത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഈ ബ്രാൻഡുകളൊക്കെ ഞാൻ സൈഡിൽ ടാഗ് ചെയ്തിട്ടുണ്ടാവുമേ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക് കേട്ടോ. പിന്നെ മൂക്കിൻ്റെ അവിടെ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നിട്ടൊന്ന് നൈസായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ ഇടുമ്പോൾ നിങ്ങളുടെ ചീക്ക് ബോണിൻ്റെ താഴത്തോട്ട് വരരുത്. ഓക്കെ, താഴത്തോട്ട് വരികയാണെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ഫേസ് ഇങ്ങനെ താഴത്തോട്ട് ഡ്രാഗ് ആയിരിക്കും, താഴത്തേക്ക് ഇങ്ങനെ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീൽ വരും. അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് മാത്രമായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്നുള്ളൂ. കാരണം ഇനിവേ നമ്മളിതിൻ്റെ മേലെ ഫൗണ്ടേഷൻ ഇടാം. അപ്പോൾ വലിയായിട്ട് ഇങ്ങനെ സീംലെസ് ആയിട്ടൊന്നും ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇച്ചിരി ഒന്ന് ഹാർഷ് ലൈൻ മാറ്റിയിരുന്നാൽ മാത്രം മതി. ഓക്കെ, പിന്നെ ഞാൻ ഈ പാക്കിൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് ഞാൻ മേടിച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. 4 എത്രയോ അതിൻ്റെ ഷെയ്ഡ് ഞാൻ അവിടെ സൈഡിൽ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ, കറക്റ്റ് ഷെയ്ഡ്. എന്നിട്ട് ഞാനത് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് എടുത്ത് ഇങ്ങനെ ഫേസിലോട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഇച്ചിരി അണ്ടർടോൺ ഡിഫറെൻ്റ് ആണെന്ന് തോന്നുന്നു. കുറച്ച് ഈ അണ്ടർടോൺ ഡിഫറെൻ്റ് ആയ എന്താ പ്രശ്നമില്ല, നമ്മൾ ഭയങ്കര ഡള്ളായിട്ടിരിക്കും ഇങ്ങനെ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ ഡള്ളാവും. പക്ഷേ ഡള്ളാവുകയാണെങ്കിൽ എന്ത് ചെയ്യാന്നുള്ളത് കൂടി അത് കാണിക്കുന്നുണ്ട്, പറയാട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് തുടങ്ങി. ഈ ബ്ലെൻഡിങ് ആണ് ഭയങ്കര ഫൗണ്ടേഷൻ നമ്മുടെ സ്കിന്ന് പോലെ ഇരിക്കാനായിട്ട് നന്നാവുക. ഓക്കെ, പിന്നെ ഞാൻ ഇതിനകത്ത് ഇടുന്ന ഫൗണ്ടേഷൻ ടെക്നിക്കിൽ ഇത് നേരിട്ട് കാണാൻ രസമാണ്. നമ്മൾ ക്യാമറ രസമാവണമെന്നുണ്ട് വെച്ചാൽ കുറച്ച് കൂടുതലിടണം. പക്ഷേ ഞാൻ എപ്പോഴും കണ്ണാടി നോക്കി, അതാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ ഇടുന്ന മേക്കപ്പ് ഒരുപാട് ഫൗണ്ടേഷൻ ഉള്ള പോലെ, അതെനിക്ക് എപ്പോഴും വരാറുള്ള കമൻറ്റ്, എൻ്റെ മേക്കപ്പ് സ്കിന്ന് പോലെ തന്നെ ആയിരിക്കും, ഒരുപാട് മേക്കപ്പ് ഇട്ട പോലെ ഉണ്ടാവില്ല എന്ന്. അത് ഞാൻ റിയൽ ലൈഫിൽ നോക്കിയിട്ടാണ് ഞാൻ ഇടാറുള്ളത്. നമ്മൾ മേക്കപ്പ് ക്യാമറയ്ക്ക് വേണ്ടി ഇടുമ്പോൾ കുറച്ചും കൂടി ഇട്ടാലേ ക്യാമറയിൽ അത് പിക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് നിങ്ങളുടെ റിയൽ ലൈഫിൽ ഭംഗിയുണ്ടാവും കാണാനായിട്ട്. എന്നിട്ട് പിന്നെ ഞാൻ ഈ ഒരു ടിർട്ടിറിൻ്റെ ഈ ഒരു കൺസീലർ വെച്ചിട്ട് ഇതെന്താ ഇങ്ങനെ ചെയ്യണേ അറിയും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ആ പോർഷൻ, സെൻറ്റർ പോർഷൻ ഹൈലൈറ്റ് ആവാനായിട്ട് നല്ലതാണ്. ഓക്കെ, പിന്നെ ഞാൻ എൻ്റെ എന്ന് പറഞ്ഞാൽ അണ്ടർ ഐ സർക്കിളിനെക്കാട്ടിലും, അതാണ് ഞാൻ അണ്ടർ ഐസിൽ മറ്റേ ഓറഞ്ച് കറക്റ്റർ ഇടാതിരുന്നത്. അണ്ടർ ഐസിനെക്കാട്ടിലും എനിക്ക് ഇച്ചിരി ഇങ്ങനെ ഒരു ഐ ബാഗ് പോലെയുള്ള, അങ്ങനെ ഐ ബാഗ് പോലെ ഉണ്ടെങ്കിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത ആ പോർഷനിൽ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ആ ഐ ബാഗ് അത്ര കണ്ട് വിസിബിൾ ആവില്ല, മനസ്സിലായോ? ആ ഒരു പോർഷനിൽ ഹൈലൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ കൺസീലർ ഇട്ടിട്ട് ഞാൻ പിന്നെ ഈ ഒരു സ്പഞ്ചിലോട്ട് സ്പ്രേ ചെയ്യാം. നിങ്ങൾ സ്പഞ്ചിൽ സ്പ്രേ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ നന്നായിട്ട് ബേസ് ബ്ലെൻഡ് ആവും, തമ്മിൽ ബ്ലെൻഡ് ആവാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ചെയ്തിട്ട് ഫുൾ ഫേസ് ഇങ്ങനെ എല്ലായിടും എവിടെയെങ്കിലൊക്കെ ഹാർഷ് ലൈൻ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ ചിരിക്കുമ്പോൾ വരണം അവിടെയൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വര വരണത് കുറയും. നമ്മളിങ്ങനെ കട്ടക്ക് ഫൗണ്ടേഷൻ ഇരിക്കുമ്പോൾ ആ വര കറക്റ്റായിട്ട് വിസിബിളായി വരാം. പിന്നെ അതിൻ്റെ മേലെ ഞാൻ ചെറുതായിട്ടൊരു ഇതൊരു ജെല്ലി ടിൻ്റാട്ടോ, അത് ഞാൻ അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു പോപ്പ് ഓഫ് കളറിന് വേണ്ടി നമ്മൾ അടിയിലിട്ടിരിക്കുന്ന ആ ഒരു ബ്ലഷ് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും വിസിബിളായി വരും. പക്ഷേ ഞാൻ എൻ്റെ ഫേസ് ഇച്ചിരി ഒന്ന് ബ്ലഷ് വരാൻ വേണ്ടിയിട്ട് അതങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ഈ ഒരു ലിപ് ലൈനർ യൂസ് ചെയ്യേണ്ടത് മാഴ്സിൻ്റെ ലിപ് ലൈനറാണ്. ഒരു കമൻറ്റ് ഇങ്ങനെ ഉണ്ടാവും, 2 കമൻറ്റ് ഞാൻ കണ്ടു, ഇങ്ങനെ മാഴ്സിൻ്റെ ലിപ് ലൈനർ ഇടുമ്പോൾ ലിപ് ലൈൻ ചെയ്ത ഭാഗം മാത്രം പിഗ്മെൻറ്റേഷൻ വരണമെന്ന്. എനിക്ക് പക്ഷെ അങ്ങനെ തോന്നിയില്ല കേട്ടോ. എനിക്ക് അതേസമയം ഹുഡ ബ്യൂട്ടിയുടെ ഒരു സ്റ്റെയിൻ ഇട്ടപ്പോൾ അത് ഞാൻ കറക്റ്റ് റിമൂവ് ചെയ്യാഞ്ഞിട്ടാണോന്ന് അറിയില്ല, കറക്റ്റ് ആ ലിപ് ലൈൻ ചെയ്തതിൻ്റെ അവിടെ മാത്രം പിഗ്മെൻറ്റേഷൻ വന്നേക്കണ പോലെ ഫീൽ ചെയ്തു. പിന്നെ ബേസിക്കലി അവിടെ എല്ലാ ഇങ്ങനത്തെ പിഗ്മെൻ്റ് ഉള്ള പ്രോഡക്റ്റുകളിലും സിന്തറ്റിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് പിഗ്മെൻറ്റേഷൻ വരും. അപ്പോൾ നിങ്ങൾ ലിപ് കെയർ നന്നായിട്ട് ചെയ്യുക, ലിപ്സ് ഹൈഡ്രേറ്റഡ് ആക്കുക, ലിപ്സ് ഒന്ന് വീക്ക്ലി വൺസ് എക്സ്ഫോലിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലിപ്സിൽ ആ പിഗ്മെൻറ്റേഷൻ കുറയും. ഇത് വന്നാലും നമ്മളിങ്ങനെ മാറ്റി കൊണ്ടുവരുന്നതാണ് ബെറ്റർ, കാരണം ലിപ്സ്റ്റിക്ക് ഇടാതെ നമ്മളിരിക്കില്ലല്ലോ. അപ്പോൾ അതാ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ ഈ ഒരു നൈക്കയുടെ മദ്രാസ് കാപ്പിന്നും ഉണ്ടല്ലേ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഇടാട്ടോ, നല്ല രസമുണ്ടല്ലേ ഷെയ്ഡ്. പിന്നെ നിങ്ങൾ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ലിപ് ലൈൻ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി ലിപ്സ്റ്റിക്ക് ഇങ്ങനെ
ഇങ്ങനെ പോപ്പ് ചെയ്ത് നിൽക്കണ പോലെ ഫീൽ ചെയ്യും. കണ്ടോ നല്ല മൊത്തത്തിൽ ഇതായില്ലേ. പിന്നെ എനിക്ക് ഞാൻ ഇട്ട ആ ഒരു ടിർട്ടിർ കൺസീലർ ഇല്ല, അത് എൻ്റെ ബെയർ സ്കിന്നിൽ എനിക്ക് നല്ല, പക്ഷേ മേക്കപ്പിൻ്റെ മേലെ വന്നപ്പോഴേക്കും ആ മേക്കപ്പിൻ്റെ കളറുമായിട്ട് ബ്ലെൻഡായി പോയ പോലെ തോന്നി. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടി ഹൈലൈറ്റിങ് ഷെയ്ഡ് എടുത്ത് വെക്കുകയാണ്. നിങ്ങളുടെ ഇങ്ങനെ സ്കിന്ന് ഭയങ്കര ഡള്ളായിട്ടിരിക്കും എന്ത് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. നിങ്ങളുടെ സെൻറ്റർ പോർഷൻ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുമ്പോഴേക്കും ഡള്ളായിട്ടുള്ള ഫൗണ്ടേഷൻ ആണെങ്കിലും ഡാർക്ക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ആണെന്നുണ്ടെങ്കിലും കുറച്ചിങ്ങനെ നമ്മുടെ ഫേസ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യിപ്പിക്കും. അത് ഡള്ളാണെന്ന് നമുക്ക് ഫീൽ ചെയ്യാണ്ട് സീംലെസ്ലി ബ്ലെൻഡ് ആയിപ്പോൾ. കണ്ടു ഇപ്പോൾ ഒരു സഡൻ ഒരു ലൈറ്റ് എൻ്റെ ഫേസിലോട്ട് വന്ന പോലെ ഫീൽ ചെയ്യണില്ലേ. ഇത് നിങ്ങൾ ഈ എടുക്കുന്ന കൺസീലറും നിങ്ങളുടെ കറക്റ്റ് അണ്ടർ ടോൺ ആവണം കേട്ടോ. പിന്നെ അതിൻ്റെ മേലെ ഞാൻ ലൈറ്റ് ആയിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ഹുഡ ബ്യൂട്ടിയുടെ പൗഡർ ആട്ടോ. ഈ പൗഡർ നല്ല രസമുള്ള പൗഡറാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് മെയ്ബിലിനും ഓൾസോ യൂസ് ചെയ്യാം കേട്ടോ. മെയ്ബിലിൻ്റെ പൗഡർ ഇതേപോലെ ഫൈനലി മെൽറ്റഡ് ആയിട്ടുള്ള പൗഡർ. അപ്പോൾ അത് ഞാൻ അങ്ങനെ ബ്യൂട്ടി ബ്ലെൻഡറിൽ ഇങ്ങനെ കുത്തി ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് ഇതാക്കുക. അപ്പോൾ ആ ഒരു സ്പഞ്ചിലോട്ട് ആ പൗഡർ അങ്ങോട്ട് ഇതാകും. നമ്മുടെ ഫേസിൽ എന്താണ് ഇങ്ങനെ ഒരു പോളിഷ്ഡ് പോലത്തെ ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കണ്ടോ കുറച്ച് സമയം എടുത്ത് ചെയ്യണേ. പിന്നെ ഞാൻ ഓൾറെഡി ഐസ് ഇങ്ങനെ ഒരു ചെറിയൊരു സ്മോക്കി കൈൻഡ് ഓഫ് ഒരു ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ കൊടുത്തിരിക്കണേ. അപ്പോൾ അതിൻ്റെ സൈഡിൽ ഇച്ചിരി മാത്രം വിങ്സ് ഇടുക. വിങ്സ് ഞാൻ ഇത് ചെയ്തപ്പോൾ വിടണോ വേണ്ട ഒരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ കണ്ണിങ്ങനെ ഇങ്ങനെ നീണ്ടിരിക്കുന്ന ഇഷ്ടം. എൻ്റെ ഇച്ചിരി വട്ടായിട്ടല്ലേ ഇരിക്കുക, അപ്പം നീളാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു വിങ് ലൈനർ ചെയ്തത് കേട്ടോ. പിന്നെ ഞാൻ ഇന്നർ കോർണറിലും കൂടിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നമ്മുടെ കണ്ണ് നീണ്ട് തോന്നിക്കും. നിങ്ങൾക്ക് കണ്ണ് ഏത് ഷേപ്പിൽ വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവേ. എനിക്ക് തോന്നി ഇതിൻ്റെ കൂടെ ഇത് വിങ്ങിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന്, പക്ഷേ എൻ്റെ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഞാനങ്ങ് കിട്ടിയ. പിന്നെ ഈ ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കണ്ണിൻ്റെ മേലെ കൊടുത്തേ. പിന്നെ നിങ്ങൾക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ വേണമെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നല്ല. പക്ഷേ നിങ്ങൾ ഓയിലി സ്കിന്നാണെങ്കിൽ ശ്രദ്ധിക്കണേ. എനിക്ക് എൻ്റെ നെറ്റീമ ഇട്ടപ്പോൾ കോമിഡോസ് വന്നു ഈ ഒരു സാധനം ഇട്ടപ്പോഴേക്കും. അപ്പോൾ നിങ്ങൾ ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് വരും, പക്ഷേ ഡ്രൈ സ്കിന്നുള്ളവർക്കൊക്കെ നല്ലതായിരിക്കും കേട്ടോ. ഇത് എനിക്ക് തോന്നിയിട്ടില്ല ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ ഡ്രൈ നോർമൽ സ്കിന്നാണെങ്കിൽ ഈവൻ കോമ്പിനേഷൻ സ്കിന്നാണെന്നുണ്ടെങ്കിലും നല്ലതായിരിക്കും. ഓയിലി സ്കിന്നിന് ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മുടെ സ്കിന്ന് ഗ്ലോയി ആവുമല്ലോ. പിന്നെ ഞാൻ ഈ ഒരു മേബലിൻ്റെ ഈ ഒരു സൂപ്പർ സ്റ്റേ, എനിക്ക് അവരുടെ ഈ ഒരു റേഞ്ചിൽ ഫൗണ്ടേഷൻ ഇഷ്ടമാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സെറ്റിംഗ് സ്പ്രേ മേടിച്ചത്. ഇത് ഞാൻ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്ത് ഫിക്സർ സ്പ്രേ എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ മറ്റേ ലോറിയലിൻ്റെ ഒരു ഫിക്സർ സ്പ്രേ ഇല്ല, അതിൻ്റെ അത്രയ്ക്ക് നന്നായി ഫിക്സ് ചെയ്യണില്ല കേട്ടോ ഇത്. പക്ഷേ ഇതൊരു ഗ്ലോയി ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. എപ്പോഴും നിങ്ങൾ മേക്കപ്പ് ഫുള്ള് കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് റീടച്ച് ചെയ്യണം കേട്ടോ. എല്ലാ ഭാഗങ്ങളും ഒന്നുകൂടെ ഒന്ന് റീടച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ഇവൻറ്റിന് എത്തണതിന് തൊട്ട് മുന്നായിട്ട് റീടച്ച് ചെയ്താൽ മതി. അപ്പോൾ കുറേ കൂടി ഭംഗിയായിട്ടിരിക്കേ. പിന്നെ ഞാൻ മുടി ഓൾറെഡി ഇങ്ങനെ ഒരു ബണ്ണ് വെക്കാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി. ഇന്ന് നമ്മൾ എടുത്തിരിക്കണ ഈ സാരി നമ്മളുടെ സിംപിൾ യൂണി ക്ലോത്തിങ് എന്നുള്ളതാട്ടോ. മൽ കോട്ടൺ സാരി. ആ കുഞ്ഞു ചെക്സ് വരണത് നല്ല ഭംഗിയുള്ള സാരിയാണ്. ഇങ്ങനെ ഭയങ്കര ലൈറ്റ് വെയിറ്റ് എളുപ്പമായിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഈ ബ്ലൗസ് ആമസോണിൽ നിന്ന് മേടിച്ചത്. എനിക്ക് ഇങ്ങനത്തെ ഒരു ഹോൾട്ടർ ബ്ലൗസ് വേണം എന്നൊരാഗ്രഹത്തിന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചേരുന്നുണ്ടോ അറിയില്ല. പിന്നെ ഞാൻ ഈ ഒരു മൂക്കിലിടുന്ന ഈ ഒരു റിങ്ങും കൂടി ഇട്ടത് നമ്മുടെ ജ്വല്ലറി ഇതിലുണ്ട്. ഞാൻ ഈ സൈഡിൽ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും. എനിക്ക് ഈ മൂക്കിലിട്ടത് രസമായിട്ട് തോന്നി. നിങ്ങൾക്ക് നന്നായി തോന്നിയോ? പിന്നെ എനിക്ക് ഇതിൻ്റെ മാലല്ല കമ്മലെടുക്കാനായിട്ട് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഇതിൻ്റെ കൂടെ ചേരും ഇതിട്ടപ്പോൾ എനിക്ക്. പിന്നെ ഞാൻ ഈ ഒരു സാധനം ഇട്ടിട്ടോ. ഇത് ഇച്ചിരി ഒരു നല്ല എൻ്റെ ഫേസിൽ ഇങ്ങനെ അറിയുന്നുണ്ട് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന്. നിങ്ങൾക്ക് ഇത് ഏത് കമ്മല ഇഷ്ടമായി എന്നുള്ളതാണ് കമൻറ്റ് വേണേ. പിന്നെ ഞാൻ ഈ ഒരു ഇങ്ങനെ പരന്നിട്ടുള്ള പോലത്തെ ഈ ഒരു കമ്മലിട്ട് നോക്കി. പക്ഷേ അതിനേക്കാട്ടിൽ രസം ഉണ്ട കമ്മലാന്ന് തോന്നുന്നു. അത് ഇച്ചിരി പിങ്ക് ടച്ചുള്ളതുകൊണ്ട് എൻ്റെ ബ്ലൗസുമായി നന്നായി ചേർന്നുകൊണ്ട്. പിന്നെ ഞാൻ ഈ ഒരു നീണ്ട കമ്മലിട്ട് നോക്കി. പക്ഷേ ഏത് രസമായി, എനിക്കത് ഇഷ്ടമായി. എനിക്ക് ആ ഉണ്ടയിലോട്ട് തന്നെ എൻ്റെ ഇങ്ങനെ ശ്രദ്ധ പോയിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച് സ്റ്റഡ് ഇട്ടാലോ, പക്ഷെ അപ്പോൾ മാലില്ലാത്തതുകൊണ്ട് മൊത്തത്തിലൊരു ഡള്ളായി പോയെങ്കിലും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഒരു ഉണ്ട കമ്മൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ മുല്ലപ്പൊക്കെ വെച്ചത് അവിടെ കുറച്ച് ഫോട്ടോഷൂട്ട് റീൽ സെഷനിങ് ആയിരുന്നു. പിന്നെ ഫുള്ള് നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ ലുക്ക് എന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഈ ഒരു ബാംഗിൾസ് നമ്മുടെ സ്റ്റോറിലുണ്ട്. ഇത് എനിക്ക് ഇതിൻ്റെ കൂടെ ചേർന്ന് പോണ പോലെ ഫീൽ ചെയ്തു. അപ്പോൾ അതും ഞാൻ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ള താഴെ കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. പിന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. വീഡിയോ അപ്ലോഡ് ചെയ്ത് 1 hour ഞാൻ കമൻറ്റ് സെക്ഷനിലുണ്ടാവും. ബൈ.